ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഡിസംബറിലും കാതൽ ദ കോർ തന്നെ നമ്പർ 1. ഇനിയിപ്പോൾ ഏത് സിനിമ ഇറങ്ങാനുണ്ടെങ്കിലും ഏത് സിനിമയൊക്കെ ഇതിനിടയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കാതൽ തന്നെ നമ്പർ 1 ആകുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ 20-25ഓളം സിനിമകളാണ് കാതൽ ദ കോർ ഇറങ്ങിയതിന് ശേഷമുണ്ടായത്. ഇവിടെ മമ്മൂട്ടി വീണ്ടും നമ്പർ 1 ആകുന്നു. ഈ വർഷം 3 സിനിമകളാണ് മമ്മൂട്ടിയുടേതായി വലിയ വിജയങ്ങളായി മാറിയിരിക്കുന്നത്. അതിൽ 3ഉം ലോ ബഡ്ജറ്റ് സിനിമകൾ കൂടിയാണ് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങളും. മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വരുന്ന സിനിമകൾ തന്നെയാണ് 3ഉം വന്നിരിക്കുന്നത്. 3 സിനിമകളുടെയും കോസ്റ്റ് വളരെ കുറവ് തന്നെയാണ്. അതുതന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഗ്യാരണ്ടി. മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണോ തീർച്ചയായും ടിക്കറ്റ് എടുക്കാം, ധൈര്യമായി കാണാം, നല്ല സിനിമയായിരിക്കും എന്നുള്ളതാണ്. പ്രേക്ഷകരെ പറ്റിച്ച് വലിയ സംഭവങ്ങളും ബാനറും അടിച്ച് കൊള്ളാം എന്ന് പറയുന്നതല്ല. പ്രേക്ഷകരോടൊന്നും പറയുന്നില്ല, പ്രേക്ഷകർ തന്നെ പറയുന്നു നല്ല സിനിമയാണ്. അതാണ് ശരിക്കും കാതൽ ദ കോർ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി സിനിമകളുടെ പ്രത്യേകത. ഈ ഡിസംബർ മാസത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു. നവംബറിൽ റിലീസ് ചെയ്ത സിനിമ ഇപ്പോൾ 25ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ സിനിമ ഈ വർഷം മുഴുവൻ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. കാരണം അതിന് നല്ല ലെവലിലുള്ള പ്രേക്ഷകരുണ്ട്. വളരെ കുറഞ്ഞ തിയേറ്ററിലാണ്, ഏകദേശം 100ഓളം തിയേറ്ററുകളിൽ മാത്രമാണ് സിനിമയുള്ളത്. ഒരു പക്ഷേ ഇനിയും വരുന്ന ആഴ്ചകളിൽ അതിലും താഴും തിയേറ്റർ കൗണ്ട് എന്നുള്ളതാണ്. കാരണം ക്രിസ്മസ് റിലീസായിട്ട് ഇനിയും സിനിമകൾ വരാനുണ്ട്. ഏകദേശം 15ഓളം ദിവസങ്ങളാണ് ഈ വർഷം ഇനിയും ബാക്കിയുമുള്ളത്. അതിനകത്തിൽ തന്നെ വലിയ സിനിമകളും വരാനുണ്ട്. എന്തായാലും 3.5 കോടി ബഡ്ജറ്റിൽ വന്ന കാതൽ ദ കോർ തന്നെയാണ് ഡിസംബറിലും ഇപ്പോൾ നമ്പർ 1 ആയി നിൽക്കുന്നത്. ഈ വർഷം അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ സിനിമ വീണ്ടും ഒരു ഗംഭീരമായിട്ടുള്ള മിന്നിക്കൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ നേടിയിരിക്കുന്നത് 11 കോടിക്ക് മുകളിലാണ്. അതായത് ഒരു വലിയ ഒരു ഹിറ്റായി മാറുന്നു. ഹിറ്റ് സ്റ്റാറ്റസിൽ നിന്ന് സൂപ്പർ ഹിറ്റും അവിടെ നിന്ന് ഇനിയും ബ്ലോക്ക് ബസ്റ്ററിലേക്കുമുള്ള ഒരു യാത്രയിലാണ് കാതൽ ദ കോർ. മമ്മൂട്ടി കമ്പനിയുടേതായി പുറത്തിറങ്ങിയ 3 സിനിമകൾ, അതിനകത്തിൽ നൻപകൽ നേരത്തെ മയക്കം ഒരു ഹിറ്റായപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ഒരു സൂപ്പർ മെഗാ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററായി, ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ഈ വർഷത്തെ 2ാമത്തെ ഏറ്റവും കളക്ഷൻ നേടുന്ന സിനിമയായി മാറുകയും ചെയ്തു. സിനിമയുടെ കളക്ഷനല്ല മമ്മൂട്ടി സിനിമകളെ ആളുകൾ കാണുന്നത്, മികച്ച സിനിമ എന്നുള്ളതാണ്. കാരണം വലിയ രീതിയിൽ അഭിനയിക്കാൻ ഒന്നുമില്ലാത്തൊരു സിനിമയിൽ മികച്ച രീതിയിൽ മമ്മൂട്ടി പെർഫോമൻസ് തന്നെയാണ് സിനിമയെ മുന്നോട്ട് നയിച്ചിരിക്കുന്നത്. ഇവിടെ കാതൽ ദ കോർ ഒരു ഓഫ് ബീറ്റ് സിനിമ വന്നപ്പോൾ വിജയിക്കുമോ എന്ന് പോലും, അല്ലെങ്കിൽ തിയേറ്ററിൽ കാണാൻ ആളുണ്ടാകുമോ എന്ന് സംശയിച്ചെടുത്ത് ഇപ്പോൾ ജനങ്ങളുടെ ഇടിയാണ്. IFFK നമുക്ക് കാണാൻ കഴിഞ്ഞ അത് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഉറപ്പിക്കുകയാണ്, ഡിസംബറിലും രാജാവ് മമ്മൂട്ടി തന്നെ. അതെ, കാതൽ തന്നെ ഈ ഡിസംബറിലെ രാജകീയമായ സിനിമയായി മാറുമെന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. ഗ്രീൻ മീഡിയാസ്.